ദൈവം കാണാം. ഞങ്ങൾ ഒരാഴ്ചയായിട്ട് ഈ ചുരുൾ മലത്തുന്നുണ്ട്. ഞങ്ങൾ ഈ പാടികളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. അപ്പൊ ഈ ദുരന്തം നടന്ന ഈ സ്ഥലമൊന്നും കാണാൻ, വെറുതെ ഒന്ന് കാണാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറി കാണാൻ പറ്റുന്ന കാഴ്ചയിലൊക്കെ ഭയങ്കര അതിഭീകരമായ സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ ഇവർ പറഞ്ഞ അടുത്ത സംഭവം അറിയോ, വണ്ടികളുടെ ഇതുപോലെ വണ്ടികൾ ഒരുപാടുണ്ട്. ഇതുപോലെ വണ്ടികളുടെ ടയർ മോഷ്ടിച്ചുകൊണ്ടുപോവാ. എന്താ ജനങ്ങളാകുമ്പോ അല്ലെ, നമ്മൾ കുറെ പറഞ്ഞു നോക്കി. പക്ഷെ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഏത് നാട്ടിലും ഇങ്ങനെ എല്ലാ ആളുകളും ഉണ്ടാവുമല്ലോ. അതിലിപ്പോ നമ്മൾ ക്ഷമിക്കല്ല, രക്ഷല്ല. അത് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് അത് ഈ കാണുന്ന വണ്ടി ഉണ്ടല്ലോ, ഈ ഡ്രൈവർ പയ്യെ മുതലാളിയാണ് വണ്ടിയിലെ. അപ്പൊ ടയർ ബോട്ട് വരെ നമുക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടിയില്ല. ഒരു 3 നേരം കൂടെ നമുക്ക് കിട്ടാനുണ്ട്. അതെ, ആ ഒരു സമയത്താണ് നമ്മുടെ വണ്ടിന്റെ ടയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടോ. ഇപ്പം ഒരുപാട് പേര് നമുക്ക് ഒരു 300 മേലെ ആൾക്കാർ അവർക്ക് കിട്ടാനുണ്ട്. അപ്പൊ ടയർ മോശം എന്ന് പറഞ്ഞാൽ ടയർ മോശം ഗുണമുണ്ട്. ആ സുഹൃത്ത് അല്ലേ, നിങ്ങൾ ടയർ അയച്ചു വെച്ചാണേ, നിങ്ങൾ ടയർ അയച്ചു വെച്ചിട്ട് ഇന്ന് ഒരെണ്ണം കാണാനില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഈ പയ്യൻ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ബാക്കിലോട്ട് ഇവന്റെ ടയർ പോകാന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ശരിക്കും ഒരു മാന്യതയുടെ കേസല്ല. ശരിയല്ലേ നമ്മളെ മോശം അവസ്ഥ. അതും എല്ലാവരും ഇങ്ങനെ ഒരു വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയല്ലേ. ഇതിന്റെ ഈ പയ്യന്റെ ബോഡി അവന്റെ കുടുംബത്തിലെ ആളുകളുടെ ബോഡിയും കിട്ടിയിട്ടില്ല. അത് വേറെ വിഷമം. അവന് ഇങ്ങനെ വണ്ടി കൊടുത്തിട്ട് ഇവന്റെ ഇതെന്താന്ന് മനസ്സിലായോ? വയനാട് ദുരന്തം നടന്നു എന്ന് എല്ലാവർക്കും അറിയാലോ. അതറിയാത്ത ആരുമില്ല. അതിനുശേഷം കുറേ ആൾക്കാർ അവിടെ ചെന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ കണ്ടിട്ട്. വില്ലേജ് ഫുഡ് ചാനൽ എല്ലാവർക്കും അറിയാം, ഫേമസ് ചാനലാണ്, യൂട്യൂബ് ചാനലാണ്. ഫിറോസ് ഖാൻ എല്ലാവർക്കും അറിയാലോ. ആ ഫിറോസ് ഖാൻ അവിടെ ചെന്ന് സന്ദർശിച്ചു. അതിന് മുമ്പ് കുറേ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി അവിടെ സന്ദർശിച്ചപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളാണ് ഈ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പല ആൾക്കാരുടെയും ഉപജീവന മാർഗം തടസ്സപ്പെട്ടു ഈ അപകടത്തിന് ശേഷം, ഈ നാച്ചുറൽ ഡിസാസ്റ്ററിന് ശേഷം. അപ്പോൾ അവിടെ നിലനിൽക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ അവിടെ പറഞ്ഞത്. ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ വന്ന സമയത്ത് ഒരുപാട് വാഹനങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് വാഹനങ്ങൾ, കാറ്, ജീപ്പ്, സ്കൂട്ടർ, അങ്ങനെ ഒരുപാട് ജീപ്പ് എക്സെട്ര. അപ്പോൾ ഈ വാഹനങ്ങളൊന്നും റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം അത്രത്തോളം അതിൻ്റെ ഒരു അവസ്ഥ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള, വളരെയധികം ഒരു രീതിയിൽ നമുക്കത് മനസ്സിലാവുന്നും കൂടി ഇല്ല അത് എന്താ വാഹനം എന്നും കൂടി. അത്രത്തോളം അത് ഡാമേജായി. അപ്പോൾ പല ആൾക്കാരുടെയും ഉപജീവന മാർഗം അവിടെ തടസ്സപ്പെട്ടു തന്നെ പറയാം, അതിൻ്റെ ഡാമേജ് കാരണം. ഈ സമയങ്ങളിൽ അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ വയനാട് നടക്കുന്ന കാര്യങ്ങൾ, മോഷണം. ഇതിന് മുമ്പൊരു ന്യൂസ് ഉണ്ടായിരുന്നു, അത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല വീഡിയോ. ഒരു വീട്ടിൽ വയനാട് തന്നെ ഒരു വീട്ടിൽ കയറിയിട്ട് മോഷണം നടത്തിയെന്നുള്ളത്. ഇതിന് ശേഷം, ഉരുൾപൊട്ടലിന് ശേഷം ഇപ്പോൾ ഇതാ ഈ വണ്ടികളുടെ ടയറുകൾ ഊരിക്കൊണ്ടുപോവുക. എന്താ അല്ലേ അവസ്ഥ? എന്താ ഇപ്പോൾ അതുകൊണ്ട് കിട്ടണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതായത് ഈ ടയറുകൾ ഊരിക്കൊണ്ടുപോയി മോഷ്ടിക്കുക, ഇതാണ് പരിപാടി. ആരെ കൊണ്ടുപോകണതൊന്നും അറിയില്ല. അപ്പോൾ ഇവർ നോക്കുമ്പോൾ ടയറുകൾ കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന സംഭവം. ഇതിപ്പോൾ ഒരു വണ്ടിയുടെ കേസല്ല കേട്ടോ, ഒരുപാട് വണ്ടികളുടെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒരുപാട് വണ്ടിൻ്റെ ടയറുകൾ എടുത്തുകൊണ്ട് പോയിട്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ആൾക്കാരുണ്ടാവും, ഇതിൻ്റെ ഓണർമാർ. ഇവർ എങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം അവിടെ അത് മൊത്തം തടസ്സപ്പെട്ടു. അവർക്ക് ജീവിക്കാനുള്ള വരുമാനം മൊത്തം മുട്ടി. സഹായിക്കാൻ ആളില്ല. എന്താ ചെയ്യേണ്ടത്? ജീവമാത്രം തിരിച്ചു കിട്ടി. ഇനി എങ്ങനെ മുന്നോട്ട്? കാരണം ഇവർക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ട്, കുടുംബം മൊത്തം ഉണ്ട്. എങ്ങനെ മുന്നോട്ട് എന്നുള്ള ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഈ മാതിരി പരിപാടികൾ. അപ്പുറത്ത് കുറച്ച് ആൾക്കാർ ചെറ്റകളായിട്ടുള്ള, മനുഷ്യവർഗത്ത് പെടുത്താൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു അപകടം മുതലാക്കുക തന്നെ പറയാം. അതായത് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു അപകട സാഹചര്യം വളരെയധികം മുതലാക്കി ദുരുപയോഗം ചെയ്യുന്ന കുറച്ച് ചെറ്റകളായിട്ടുള്ള നാറികളുണ്ട്. വയനാടുണ്ട്, ഇല്ലയെന്നല്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ പരിപാടി ചെയ്യില്ലല്ലോ. അതല്ലേ പുറത്തുനിന്ന് ആൾ വന്നിട്ട് ചെയ്യുന്നതല്ല, അവിടെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരൊക്കെ തന്നെ ചെയ്യുന്ന പരിപാടിയാണത്. അപ്പോൾ ഇങ്ങനൊരു അപകടം പോലും അവരത് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ്, മോഷ്ടിക്കാൻ അല്ലെങ്കിൽ ഇതുപോലത്തെ പരിപാടികൾ ചെയ്യാൻ അല്ലേ. എന്താ ചെയ്യുക? ദൈവം നമുക്ക് ഓരോന്നിനെ കാണിച്ചു തരും, ഓരോ അപകടങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ സംഭവങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അത് മനസ്സിലാക്കാതെ ഇതുപോലത്തെ വീണ്ടും വീണ്ടും ഓരോന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുക, അന്യൻ്റെ മുതലെടുത്തു കൊണ്ടുപോകും. അതുകൊണ്ടൊക്കെ എന്ത് ലാഭമാണ് കിട്ടാൻ പോകുന്നത് എനിക്ക് മനസ്സിലാണില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അവസ്ഥ കൂടി മനസ്സിലാക്കാതെയാണ് ഈ പരിപാടി ചെയ്യുന്നത്. അതാണ് മെയിൻ പോയിന്റ്. മോഷ്ടിക്കുന്നത് മാത്രമല്ല, ഈ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു മാനസിക സ്ഥിതി, അവരുടെ അവസ്ഥയും, അവരിപ്പോൾ ഈ സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അവർക്ക് ഒരു വരുമാനമില്ല, അവർ കയറി കിടക്കാൻ വീടില്ല, ക്യാമ്പിലൊക്കെയാണ് കിടക്കുന്നത്, അവരുടെ കുടുംബക്കാരെ വീട്ടിലൊക്കെയാണ് പോയിട്ട് കിടക്കുന്നത്. ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ആരാണ്? ഇവിടുന്ന് എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇവർക്ക് ഇത് അയച്ചു കൊടുക്കുന്നത്, വയനാട്ടിലോട്ടുള്ള സംഭവങ്ങളൊക്കെ. അല്ലാതെ അവർക്ക് എന്തായാലും പോയി അധ്വാനിക്കാൻ ഇപ്പോൾ സാഹചര്യത്തിൽ നടക്കൂല. അങ്ങനെ കഴിയുന്ന കുറച്ച് ആൾക്കാരുടെ സാധനങ്ങൾ പോയി മോഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ മനുഷ്യരായിട്ട് തന്നെ കാണാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങളൊന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കിയത്. തീരെ എന്താ പറയാൻ വാക്കുകളില്ല. അതാണ് എൻ്റെ അർത്ഥം. പറയാൻ പോലും വേർഡ്സ് കിട്ടുന്നില്ല. പുതിയ വല്ല വേർഡ്സ് ഇറക്കേണ്ടി വരും. അപ്പോൾ അതാണ് അവിടെ കാണിച്ചത് ആ വീഡിയോയിൽ. ടയർ എടുത്തുകൊണ്ട് പോകാൻ, ടയറും കൂടി വെറുതെ വിടാത്ത ആൾക്കാരെന്ന് പറയേണ്ടി വരും അല്ലേ? എന്ന് ആലോചിച്ച് നോക്കി. ആ ടയർ പോലും വെറുതെ വിടാൻ ഒരുക്കമല്ലെന്ന്. അതെടുത്ത് വിറ്റാൽ അത്രയും ഒരു 500 രൂപ കിട്ടിയാൽ അതെങ്കിലും ആയല്ലോ വിചാരിച്ചിട്ട്. ഇവരെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇവരെങ്ങനെയെങ്കിലും ഇതൊന്ന് സെറ്റാക്കി ഒന്ന് ഇവർക്ക് ഉപജീവനമാർഗം കണ്ടെത്താൻ വേണ്ടി നോക്കുമ്പോൾ ഇപ്പുറത്തുള്ള ആൾക്കാരെ തടസ്സപ്പെടുത്താൻ നോക്കിക്കൊണ്ട്, അതും അവരറിയുന്ന ആൾക്കാരോ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരോ ആയിരിക്കും ഇതൊക്കെ. അല്ലാതെ പുറത്തുനിന്ന് ഇപ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് വന്നിട്ട് ഉള്ള ആൾക്കാർ പോയിട്ട് ഇപ്പോൾ ടയർ എടുത്തുകൊണ്ടാൻ പോകുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇതുപോലെ പല പല മോഷണങ്ങൾ, ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ഇഷ്ടംപോലെ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം, ഇല്ല എന്നല്ല. അപ്പോൾ ഇതൊക്കെയാണ് കറൻ്റ്ലി ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവം. ഇതൊന്ന് മോണിറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഇത് നോക്കാൻ ആളില്ല, അതിൻ്റെ വേറൊരു പ്രശ്നം. അപ്പം ഇതിൽ ഫിറോസ്ക കുറേ കാര്യങ്ങൾ പറയുന്നത് ഈ കുറേ കാര്യങ്ങളും അതുപോലെ തന്നെ അവരെ സഹായിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അതിലൊരു പിക്ചർ. അതാണ് എനിക്ക് ആ വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായ കാര്യം. സത്യത്തിൽ വളരെ ദയനീയ അവസ്ഥയാണ് കാണുമ്പോൾ. കാരണം എനിക്ക് ആ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ വലിയ വലിയ കല്ലുകളൊക്കെ കാണുമ്പോൾ പേടി തോന്നും. കാരണം അത്ര വലിയ കല്ലുകൾ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ പാറ കണ്ടിട്ടുണ്ടെങ്കിലും പാറ എന്ന് പറയുമ്പോൾ അത് സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു ബോഡിയാണ്. ഇത് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വലിയ വലിയ കല്ലുകൾ ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പേടി തോന്നും. ഇത്രയും വലിയ കല്ലുകളൊക്കെ ആയിരിക്കും ഇവരുടെയൊക്കെ ദേഹത്ത് വന്ന് വീണതും മരിച്ചുപോയ ആൾക്കാരുടെ കാര്യമായിട്ട് പറയണത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു പേടിയും ഭയവും ഒരു എന്തോ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുക എനിക്ക്. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ചില ആൾക്കാർ പോയിട്ട് ഇമാതിരി പരിപാടി. ഇതൊക്കെ ഒരു എന്താ പറയുക, വളരെ വളരെ മോശം തന്നെ പറയാൻ പറ്റുമോ. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കി ചെയ്യുന്ന കാര്യം ശരിയാണെന്നുള്ളത്. കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ സാധനം എടുക്കുക, അവരെ അവസ്ഥയും കൂടെ മനസ്സിലാക്കുക, അതും കൂടി ഇല്ല. അതൊക്കെ വളരെ മോശമാണ്. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. അതിൻ്റെ ഒരു ഇതിന് വേണ്ടി കൂടെ ഞാൻ ഈ വീഡിയോ വന്നത്. ഇത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. മാക്സിമം ആൾക്കാർ നിങ്ങളെ പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കാൻ നോക്കുക. നിങ്ങളിപ്പോൾ സഹായിച്ചിട്ടില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്, മെയിനായിട്ട് പറയാനുള്ള കാര്യം അതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങളെ കമൻസുകളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം. ഓക്കെ, നിങ്ങളെ വിലയേറിയ കമൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാമേ. ബൈ.